എള്ളും അവിലും വിളയിച്ചത് കഴിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ദിവസവും ഒരു സ്പൂൺ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ രക്തം കൂടാനൊക്കെ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. വെറും 3 ചേരുവകൾ മാത്രം മതിയാകും ഇത് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എള്ളെടുക്കുന്നുണ്ട്. കറുത്ത എള്ളാണ് കേട്ടോ നല്ലത്. 1 കപ്പ് എള്ളെടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് കഴുകിയിട്ടൊന്ന് അരിപ്പയിലേക്ക് ഊറാനിട്ടിട്ടുണ്ട്. എന്നിട്ടൊരു പാനിലിട്ടിട്ടാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇതാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിൻ്റെ വെള്ളം ഒന്ന് ഇതാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ എള്ള് കറക്റ്റ് പാകമായി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും. അതുവരെ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. എള്ള് കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ഇത് കഴിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ തന്നെ എല്ലാ എള്ളും ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ആവശ്യമായിട്ടുള്ളത് അവിലാണ്. അവിൽ മട്ട അവിലാട്ടോ എടുക്കുന്നത്. വെള്ള അവിലിനേക്കാളും കൂടുതൽ നല്ലത് മട്ട അവിലാണ്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. എള്ളിൻ്റെ പകുതി അളവിൽ ഇത് എടുത്താൽ മതി. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ക്രിസ്പി ആവുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ അതും മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് നമ്മളെ ഈ ഒരു എള്ളും അവിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മോശമായി പോകാണ്ടിരിക്കാനാണ്. പച്ച തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മോശമായി പോകും. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിൽ ഇത് വറുത്തെടുക്കുക. ഒരുപാടങ്ങ് കരിഞ്ഞ് പോകണ്ട. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തതാണ്. അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ തിളവന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എള്ളും അവലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളും അവലും വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ കഴിക്കുമ്പോൾ എള്ളിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അവലും ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീട്ടിലുള്ള വെറും 3 ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ചെറിയ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലങ്ങ് സൂക്ഷിച്ച് വെക്കുക. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ബോട്ടിലാക്കിയിട്ട് പുറത്ത് വെച്ചാലും മതിയാകും. ഡെയിലി 1 സ്പൂണ് കഴിക്കാം. അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂണ് കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മട്ടാവിലും നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് കൂടാനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.